അബദ്ധം പറ്റിയെന്നാ തോന്നുന്നു. എന്തൊരു വിധിയാണ് ഈശ്വര. എങ്ങനെയാ ഞാൻ എൻ്റെ കുട്ടികളുടെ മുഖത്ത് നോക്കുക? ഇതിലും ഭേദം എന്നെ അങ്ങ് കൊണ്ടുപോയിക്കൂടായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? അപ്പൂപ്പാ, മോളെ, ഇതെന്താ അപ്പൂപ്പ വെള്ളം? അയ്യേ, അപ്പൂപ്പ മൂത്രമൊഴിച്ചോ? അമ്മേ, അമ്മേ, ആ അപ്പൂപ്പ കിടക്കയിൽ മൂത്രമൊഴിച്ചു. ഓ നാശം! ഇന്നും പണി പറ്റിച്ചോ? എന്തിനാ ഒന്നിൽ മാത്രം നിർത്തിയത്? രണ്ടും കൂടി ആവാമായിരുന്നില്ലേ? എന്നാ പിന്നെ ആ പണി കൂടിയൊക്കെ തീരൂലേ? നാണമില്ല മനുഷ്യ. ഓരോരുത്തരുടെ ഒരു യോഗം. ഒരു മോളുണ്ട്, ഇത് വല്ലതും അറിയണം. അവളങ്ങ് സുഖിക്കുകയല്ലേ. ഇവിടെ പിന്നെ ഒരു കെട്ടിയോനുണ്ട്. എന്നെ പറ്റി ഒരു ചിന്തയുമില്ല. ഇല്ല മച്ചം മതിയല്ല, ഒരു ഹോം നേഴ്സിനെ വെക്കാൻ പറഞ്ഞിട്ടേ കേട്ട ഭാവമില്ല. എന്ത് മോളി? ഒരു മോളുണ്ടല്ല, ഓളെ വിളിക്കാങ്കിലേ. മാസത്തിലൊരിക്കൽ എഴുന്നള്ളും കെട്ടിലമ്മ. പിന്നെ ഏട്ടനും അനിയത്തിയും കൂടിയിട്ട് എന്നെ പറ്റിയിട്ട് കുറ്റം പറിച്ചിലായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, അങ്ങോട്ട് മാറി നിക്ക്. ആ മുണ്ടിക്ക് മാറ്റിത്താ. എന്താ ഇവിടെ ഒരു ബഹളം? ഇത് തന്നെ. എന്നെ കൊണ്ടാവൂല എപ്പോഴും ഇങ്ങനെ നനക്കലും തുടക്കലും ഒന്നും. ഒരുത്തി ഉണ്ടല്ലോ കെട്ടിലമ്മ, ഓളെ വിളിക്ക്. ഒന്നിക്കിൽ ആരെങ്കിലും വെക്ക്, അല്ലെങ്കിൽ സ്വയം അങ്ങ് ചെയ്യ്. എടി, ഇതൊന്നും പറ്റില്ലെങ്കിൽ നീ നിന്റെ പാട്ടിന് പോടി. ഞാൻ പോയിക്കോളാ. നിങ്ങൾക്ക് നിങ്ങൾ അച്ഛൻ മതിയല്ല, ഞാനും എന്റെ മോളും പോയിക്കോളാ. വേണ്ട മക്കളെ, വേണ്ട. ഞാൻ നിമിത്തം കുടുംബത്തിന്റെ സമാധാനം പോയല്ലോ ദൈവമേ. എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇറങ്ങി പോടി. പോവേന്ന്, ഞാൻ എടുത്ത് പോവേന്ന്. നിങ്ങൾ അച്ഛനെയും കെട്ടിപ്പിടിച്ചിട കിടന്നോ? ഞാനിനി വീടിന്റെ പാട്ടി ചവിട്ടൂല. ഇറങ്ങി പോടി. എന്റെ അച്ഛനെ വേണ്ടാത്തവളെ എനിക്കും വേണ്ട. ഓടി വെളിയിൽ. ആ പോവാ. മോളെ, വേണ്ട, പോവല്ലേ. ഈശ്വര, ചതിച്ചല്ലോ. ഞാൻ ഈ കുടുംബത്തിനൊരു ദുശ്ശകുനമായല്ലോ എന്റെ ഈശ്വര. എന്താ ഉണ്ടായേ? വല്ല സ്വപ്നവും കണ്ടു പേടിച്ചോ? ദേ, പ്രാർത്ഥിച്ചു കിടക്കാത്തതിന്റെ കുഴപ്പല്ലേ? അയ്യോ, കരയുന്നോ? കരയാൻ മാത്രം ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായേ? നിനക്കെന്തും പറയാലോ. എന്നെ തനിച്ചാക്കിയിട്ട് നീ ഫോട്ടോ കയറി കൂടിയിട്ട് കാലം കുറെ ആയില്ലേ. അതാണ് ഇപ്പൊ പ്രശ്നം. എന്തിനാ ഇപ്പൊ നിലവിളിക്കുന്ന കേട്ടെ? കണ്ടില്ലേ, ഞാൻ നിമിത്തം ഈ വീടിന്റെ സമാധാനം പോയി. എന്റെ മക്കള് തമ്മി തല്ലി പിരിയുമെന്ന എന്റെ പേടി.
അയ്യോ കഷ്ടം. ഇങ്ങനെയാണോ നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങൾ കരുതിയത്? ഇങ്ങനെ ഒരു മരുമോളെ കിട്ടാൻ പുണ്യം ചെയ്തവരാണ് നമ്മൾ. മോനാണെങ്കിൽ അച്ഛൻ കഴിഞ്ഞേ അവന് മറ്റാരും ഉള്ളൂ. കൊച്ചുമോളാണ് പിന്നെ പറയുകയും വേണ്ട. അപ്പൂപ്പനെന്ത് വെച്ചാ ജീവൻ അവക്ക്. എടോ, ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നീ പറഞ്ഞത് ശരിയാ. എന്നാലും മനസ്സിന് വല്ലാത്തൊരു പേടി. സരസു, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവാ. നീ എതിരൊന്നും പറയരുത് കേട്ടോ. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ഇത്ര കാലമായിട്ട് ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി ഈ ശ്വാസം നിൽക്കുന്നത് വരെ അങ്ങനെ തന്നെ ആവണമെന്ന എൻ്റെ ആഗ്രഹം. ഈ വയസ്സാം കാലത്ത് അച്ഛനൊരു ബാധ്യത ആയിക്കൂടാ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. നിനക്കെന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. ഇത് വേണ്ടാത്ത തോന്നിയാസത്തിനൊന്നും പോകണ്ട കേട്ടോ. വല്ല ദുസ്വപ്നവും കണ്ടുവെന്ന് കരുതി എൻ്റെ കുട്ടികളെ കാണാൻ വിഷമിപ്പിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാനിങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഞാൻ പോവാ. സരസു, നീ പോവല്ല സരസു. അപ്പൂപ്പ, ഇതെന്താ അപ്പൂപ്പ അമ്മമ്മയെ നോക്കി പിച്ചും പേയും പറയുന്നേ? അപ്പൂപ്പ കരയുന്നുണ്ടോ? ഏയ്, അപ്പൂപ്പൻ കരഞ്ഞിട്ടൊന്നുമില്ല. എന്തിനാ മോളെ അപ്പൂപ്പൻ കരയുന്നത്? പിന്നെന്തിനാ അപ്പൂപ്പൻ കണ്ണു തടവിയത്? അതൊരു പൊടി പോയതാ, സാരമില്ല. പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മോള് പോയൊന്ന് നോക്കിയ. ശരി അപ്പൂപ്പ. അല്ല, ആരൊക്കെ ഇത്? എത്ര നാളായി കണ്ടിട്ട്. വാവാ, കേറിയിരിക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ മോളെ? എല്ലാവർക്കും സുഖം. വാ, കേറിയിരിക്ക്. വാ. നിങ്ങൾ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. അപ്പൂപ്പ, ദേ അപ്പൂപ്പനെ കാണാൻ നമ്മുടെ ഭാർഗവ മാമനും നാരായണ മാമനും വന്നിട്ടുണ്ട്. അല്ല, ഇതാര്? നമ്മുടെ കുസൃതിക്കോതങ്ങ് വളർന്ന് വലുതായല്ലടോ. ഏയ്, അത് മാമന് വെറുതെ തോന്നിയാ. ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് എത്ര നാളായി? കൊറേ നാള് കഴിഞ്ഞിട്ട് കണ്ടോണ്ട് തോന്നിയാ. മോള് പറഞ്ഞത് ശരിയാ. എങ്ങനെയുണ്ട് മോളെ പഠിത്തമൊക്കെ? ഈ ഫോണിൽ കുത്തി സമയം കളയരുത് കേട്ടോ. ലോണും പഠിക്കണം. അത് പിന്നെ മാമ, ഇപ്പൊ ഈ ഫോൺ ഇല്ലെങ്കിലൊന്നും ഒന്നും പഠിക്കാൻ പറ്റൂല. അത് പറഞ്ഞത് ശരിയാണ് കേട്ടോ. കാലം പോയ പോക്കേ. മോളെ, മോള് പോയി പഠിച്ചോളൂ. എന്താടോ ഇത്ര രാവിലെ രണ്ടാള്? ഓ, നിന്റെ വീട്ടിൽ വരാൻ സമയവും കാലം നോക്കണോ? അതന്നെ. മോളെ, ദാ വരുന്നച്ചാ. ഇവർക്ക് കുടിക്കാൻ ചായ എടുക്ക്. രണ്ടാക്കും മധുരം എങ്ങനെ? എനിക്ക് കുഴപ്പമില്ല. എനക്ക് കുറച്ച് മതി. ഷുഗറിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. എന്നാലും സാരമില്ല, ലേശം വിട്ടോളൂ. അല്ലടോ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ താമസ സ്ഥലത്ത് പുതിയ വിശേഷങ്ങളൊക്കെ? അവിടെ കുഴപ്പമൊന്നുമില്ലടോ. കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. മാസാമാസം മോൻ പൈസ അയക്കും. പിന്നെ ഒരു വിഷമെന്ന് വെച്ചാ മക്കൾ അടുത്തില്ല എന്നേ ഉള്ളൂ. സാരമില്ല, അവർ ലീവിൽ വരുമ്പോ തിരിച്ചു പോകും വരെ ഒന്നിച്ച് നിൽക്കാലോ. ഇവന്റെ ഒരു ദുരാഗ്രഹം. അവൻ അമേരിക്കയിൽ പോയിട്ട് 5-8 വർഷമായി എന്നാ തോന്നുന്നത്. പിന്നെ സദനത്തിന് കാശ് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അവിടെ ഇതുപോലെ കിട്ടാത്ത കുറെ പേരുണ്ട് എന്നെ പോലെ. ഇവന്റെ കാര്യം പറഞ്ഞാൽ അതിലും കഷ്ട. അവൻ അവിടെ കൊണ്ടാക്കിയ ശേഷം ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മക്കൾക്കും മരുമക്കൾക്കും
ഉള്ളതെല്ലാം എഴുതി കൊടുത്തതാ ഏറ്റവും വലിയ തെറ്റ്. എടോ, സ്വത്തും പണവും ഉണ്ടെങ്കിൽ തേനീച്ച പോലെ ചുറ്റിപ്പറ്റി ആരെങ്കിലൊക്കെ കാണൂ. ഇല്ലെന്നാകിൽ ഇതാ ഓരോ യോഗം. അല്ലടോ, നിനക്കെന്താ പറ്റിയോ? തന്റെ പഴയ ചുറുചുറുക്കെല്ലാം പോയല്ലോ. മുഖത്ത് വല്ലാതൊരു ടെൻഷൻ പോലെ. ഏയ്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അത്ര സുഖം പോരാ. മറവി നന്നായി പിടികൂടി. ഡോക്ടറെ കണ്ടു. അൽഷിമേഴ്സിന്റെ തുടക്കാണെന്ന് ഡോക്ടർ മോനോട് പറയുന്നത് കേട്ടു. ഇപ്പോ തിരി ഭയം കൂടി വരുന്നു. തുടക്കത്തിൽ അറിയാതെ പോകുന്നു. സാരമില്ലടോ, ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സാധനമില്ലേ, അതിന്റെ വലിയ സൈസ് കിട്ടും. അവിടെ തീരെ കിടപ്പിലായവര് അതാണ് കെട്ടുക. ബാറ്റ് വൃത്തികേടാവില്ലല്ലോ. അതിലേറെ വിഷമം ഇതൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരുന്നല്ലോ. എന്ത് ചെയ്യാൻ? നാളെ എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെടോ. എന്താ ഇത്ര സീരിയസ് ചർച്ച? ദാ ചായ കുടിക്ക്. ഇന്ന് അച്ഛന്റെ പിറന്നാളാ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ഇത് നല്ല തമാശ. ഞങ്ങൾ ഇവന്റെ പിറന്നാളാണെന്ന് വാർഡനോട് കള്ളം പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നു. ഇതിപ്പോ സത്യായല്ലോ. അതാണോ എന്റെ ഒരു പൊരുത്തം. ഏതായാലും ജന്മദിനാശംസകൾ. എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങാം. ഏയ്, അത് പറ്റില്ല. സദ്യ കഴിച്ചിട്ട് പോയാ മതി. അതിന് സദ്യ എന്ന് കേൾക്കുമ്പോഴേ ഇവൻ ആ ഭാഗത്തേക്ക് വരില്ല. അതെന്താപ്പ അങ്ങനെ? കഴിഞ്ഞ ഓണത്തിന് ഇവന്റെ മോനും പേരക്കുട്ടികളും വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നതാ. അവര് വന്നില്ല. സങ്കടം സഹിക്കാതെ വിളമ്പി വെച്ച ഭക്ഷണം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോയതാ. ഏറെ കൊതിച്ചിരുന്നതാ. അവര് വന്നില്ല. തകർന്നുപോയി പാവം. സദനത്തിലെ എല്ലാവരും വിഷമിച്ചു പോയി. അതിനുശേഷം ഒരു സദ്യക്കും ഇവൻ പങ്കെടുക്കാറില്ല. സാരമില്ല, ഇന്ന് അതിനൊരു അവസാനമാവട്ടെ. ഇന്ന് സദ്യ കഴിക്കാതെ നിങ്ങൾ വിടുന്ന പ്രശ്നമില്ല. ഇല്ലടാ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്നെ കണ്ടല്ലോ, അത് മതി. അവരൊന്ന് വന്നോട്ടെ. കണ്ണടയുന്നതിന് മുമ്പേ ഒന്ന് കാണണം. പേരക്കുട്ടികളെ കാണാൻ വല്ലാത്ത കൊതിയാവുന്നു. അപ്പൂപ്പ, ഇതേ സന്ദർഭത്തിലുള്ളൊരു പാട്ട് കഴിഞ്ഞ ഓണത്തിന് വിദ്യാധര മാഷ് യൂട്യൂബിൽ ഇറക്കിയിരുന്നു. നല്ലൊരു പാട്ടാണ്. ഞാൻ ആ പാട്ട് കേൾപ്പിക്കട്ടെ? കേൾക്കട്ടെ മോളെ. ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ? ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ? എല്ലാവരും ചേർന്ന് സദ്യയുണ്ണും നേരം അച്ഛനെ കൂടി വിളിച്ചിടുമോ? വീടിൻ്റെ മുറ്റത്തൻ പേരമക്കൾ ഇടും പൂക്കളം കാണുവാൻ മോഹമുണ്ട് അച്ഛന്. പൂക്കളം കാണുവാൻ മോഹമുണ്ടേ. ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻപൈതലേ?
എങ്ങും ഉണ്ടാക്കില്ല ഇപ്പോഴെല്ലാവരും നിർത്തുമോളെ. സദ്യവരുകയല്ലേ എന്ന് നമുക്ക് പോകാം. പാടാ. പാടാ. വരട്ടെടാ. മോളെ മോളെ വരട്ടെ മോളെ. മോളെ നന്ദു വരുമ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്ന് എൻ്റെ മുറിയിലേക്ക് വരാം. ശരി അച്ഛാ. ദേ സരസു, നീ എൻ്റെ ഒപ്പം നിൽക്കണം കേട്ടോ. അച്ഛാ, നന്ദേട്ടൻ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ? ആ ശരി മോളെ. അച്ഛൻ വിളിച്ചോ? എന്തിനാ അച്ഛൻ വരാൻ പറഞ്ഞത്? അത് പിന്നെ എങ്ങനെയാ തുടങ്ങണമെന്നൊരു പിടിയും കിട്ടും. ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് വിഷമം തോന്നരുത്. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാ മതി. എന്തു പറ്റി എൻ്റെ അച്ഛന്? എന്താ അച്ഛൻ കാര്യം പറ. അച്ഛന് വയ്യേ? പറയാം. എന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം അച്ഛനില്ല. എന്നാലും പറയാതിരിക്കാൻ വയ്യ. എന്താ അച്ഛാ? അച്ഛന് വല്ല ബുദ്ധിമുട്ടും? പൊയ്യടിയായിട്ട് ഓർമ്മ അത്ര നിൽക്കുന്നില്ല. ആകെ ഒരു തരം ബോധക്കേട് പോലെ. പിന്നെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അറിയാതെ ഒഴിഞ്ഞു പോകുന്നു. ഇതിപ്പോ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. മോൾക്കറിയായിരിക്കും, അവളല്ലേ തുണിയൊക്കെ മാറ്റിയിടാറ്. അത് സാധാരണയല്ലേ അച്ഛാ, അതിലെന്തിരിക്കുന്നു? ഉണ്ട് മോളെ, നിന്റെ നല്ല മനസ്സുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എൻ്റെ കുട്ടി. അച്ഛൻ എന്തിനാ അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നത്? അവൾക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടേയില്ല. അങ്ങനെ ആവാതിരിക്കാനാണ് അച്ഛനൊരു തീരുമാനമെടുത്തത്. നമ്മുടെ നാരായണനും ഭാർഗവനും അവിടെ നല്ല സുഖമാണെന്നാ പറയുന്നത് കേട്ടത്. നിങ്ങളെ വിട്ടുപിരിയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. എങ്കിലും നാളെ കിടപ്പിലോ മറ്റോ ആയ ഓർക്കുമ്പോൾ ഒരു പേടി പോലെ. ഒറ്റയ്ക്ക് കിടക്കുമ്പോ ഓരോരോ ചിന്തകളെ. നീ അവിടെ എനിക്കൊരു മുറി ബുക്ക് ചെയ്യണം. 70 നേരത്തെ നീ എന്നെ അവിടെ കൊണ്ടാക്കണം. പിന്നെ അതത്ര ദൂരമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാലോ. ഈ അവശതയില് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ പേടിയാവുന്നു മോനെ. ഇങ്ങനെ എത്രാന്ന് വെച്ചാ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുക. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെടാ, അതാ നല്ലത്. ഇത്രയും നേരത്തെയായ അത്രയും നല്ലത്. എൻ്റെ കുട്ടികൾക്ക് അത്രയും ബുദ്ധിമുട്ട് കുറയുമല്ലോ. അമ്മ മോളെ, ഉപ്പന്റെ മരുന്നും എണ്ണയും കുഴമ്പ് രാമായണം ഒക്കെ ഇങ്ങെടുക്ക്. എടോ, നീ ആ മുണ്ടും ഷർട്ടും വിരിപ്പും ഒക്കെ ഇങ്ങെടുക്ക്. നിന്നോടാ പറഞ്ഞത് മുണ്ടും ഷർട്ടും വിരിപ്പും ഒക്കെ ഇങ്ങെടുക്കാൻ.
അച്ഛ, നമുക്ക് പോകാം. ഇനി താമസിക്കണ്ട. ഏട്ടാ, അച്ഛനെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? അച്ഛാ, അപ്പൂപ്പനെ കൊണ്ടുപോവല്ല അച്ഛാ. നിങ്ങക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതേടി, എനിക്ക് ഭ്രാന്താ, എനിക്ക് ഭ്രാന്താ. വാച്ച, നമുക്ക് പോകാം. നീ എന്തിനടാ ഇതൊക്കെ നിന്റെ മുറിയിൽ കൊണ്ടിട്ടിരിക്കുന്നത്? അച്ഛൻ ഇനി ഇന്ന് മുതൽ എന്റെ കൂടെയാ കിടക്കുന്നത്. അച്ഛൻ ഇനി ഒറ്റയ്ക്ക് കിടക്കുന്നില്ല. ഒറ്റയ്ക്ക് കിടക്കുമ്പോഴല്ലേ അച്ഛന് പേടി തോന്നുന്നു. മോനെ, മിണ്ടരുത്. 4 ദിവസം കിടക്കയിൽ മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് വൃദ്ധസദനം തേടി നടക്കുന്നു. 4 വയസ്സ് വരെ ഈ ഞാനും ബെഡിൽ മൂത്രമൊഴിച്ചില്ലേ? അന്നെന്താ സദനങ്ങളും മന്ദിരങ്ങളും ഉണ്ടായിരുന്നില്ലേ? മോനെ, എടാ അച്ഛൻ പറഞ്ഞത് വേണ്ട, കേൾക്കണ്ട എനിക്ക്. നാരായണനും ഭാർഗവനുമൊക്കെ അവിടെ സ്വർഗമാണത്രേ, സ്വർഗം. എനിക്കൊരു തെറ്റ് പറ്റി. എൻ്റെ അച്ഛന് വയസ്സായത് ഞാൻ കണ്ടില്ല, കാണാൻ ശ്രമിച്ചില്ല. അതെന്റെ കുറ്റമല്ല. അച്ഛന് പ്രായമായി കാണാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാ, വയ്യാത്തത് കൊണ്ടാ. എന്റെ കുട്ടിക്ക് വിഷമായോ? ഒന്നും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. എങ്ങോട്ടാ അവൻ പോയത്? അച്ഛനെ വിട്ട് ഏട്ടൻ എവിടെ പോവാനാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നന്ദേട്ടനും ഞാനും തരുന്ന സ്നേഹത്തിനും കരുതലിനും എന്തെങ്കിലും ഒരു കുറവ് തോന്നിയിട്ടുണ്ടോ അച്ഛന്? പിന്നെ ഇപ്പൊ എന്താ എന്റെ അച്ഛന് പറ്റിയത്? ഇല്ല കുഞ്ഞെ, നിങ്ങളുടെ സ്നേഹം കൂടുതലായിട്ടേ ഈ അച്ഛന് തോന്നിയിട്ടുള്ളൂ. അതല്ല, ഇതിപ്പോ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും തിരിയുന്നില്ല. ഓർമ്മ നഷ്ടപ്പെടുന്നത് പോലെ. അപ്പൂപ്പൻ എന്തിനാ പേടിക്കുന്നേ? അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കല്ലേ മങ്ങലുള്ളൂ. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞങ്ങൾക്കറിയാലോ ഇത് ഞങ്ങളുടെ അപ്പൂപ്പനാന്ന്. പിന്നെന്താ? ഇതെന്റെ നന്ദുവിന്റെ കുട്ടി തന്നെയാ. അച്ഛനറിയോ, നന്ദേട്ടന് ഇപ്പോൾ കിട്ടുന്നതിന്റെ 4 ഇരട്ടി ശമ്പളാ അങ്ങ് കാനഡയിൽ കിട്ടിയത്. അത് വേണ്ടാന്ന് വെച്ചത് എന്തുകൊണ്ടാണെന്ന് അച്ഛനറിയോ? അവിടെ ശമ്പളമല്ലേ കൂടുതലുള്ളൂ, എന്റെ അച്ഛനില്ലല്ലോ അവിടെയെന്ന് പറഞ്ഞ ആ മോനോട് എങ്ങനെ പറയാൻ തോന്നി അച്ഛന്? എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ എന്റെ കുട്ടി. അവന്റെ ആഗ്രഹങ്ങളൊന്നും സാധിപ്പിച്ചു കൊടുക്കാൻ ഈ അച്ഛനെ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിഷമിപ്പിച്ചിട്ടില്ല എന്റെ കുട്ടിയെ. ഇനി ഈ വാർദ്ധക്യത്തിന് അച്ഛനൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി പറഞ്ഞു പോയതാ. പാവ എന്റെ കുട്ടി. അച്ഛാ, ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരവസ്ഥ മാത്രമാണ്. കുട്ടിക്കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. ഏട്ടനെയും രേവതിയെയും അച്ഛനെ ഏൽപ്പിച്ച് അമ്മ മരിക്കുമ്പോ അവർ രണ്ടുപേരും തീരെ ചെറുതായിരുന്നു എന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അന്ന് അവരൊരു ബാധ്യതയായി തോന്നിയിട്ടുണ്ടോ അച്ഛന്? അവർക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും ജീവനും കൊടുത്ത് ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ? ആ അച്ഛനെ എവിടെയും കൊണ്ട് തള്ളാൻ എന്റെ നന്ദേട്ടനാവൂന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? മോളും പൊന്നുപോലെ നോക്കൂലേ നമ്മൾ അപ്പൂപ്പനെ? ഇല്ല മോളെ? പിന്നെ ഞാൻ എൻ്റെ അപ്പൂപ്പനെ പൊന്നുപോലെ നോക്കും. സാരൂലാട്ടോ, എന്നെക്കാൾ
നന്ദേട്ടന് അറിയാവുന്നതല്ലേ അച്ഛന്. ഏട്ടനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. അമ്മ പോയ 2-ാം വയസ്സിൽ രവതിക്കുട്ടി കരഞ്ഞെടുത്ത കണ്ണുനീർ ചാലുകൾ ഇപ്പോഴും അച്ഛൻ്റെ തോളത്ത് കാണാം. പക്ഷേ ഇത്രയും കാലമായിട്ടും അച്ഛൻ എന്നെ കരയിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ കരയല്ലടാ, സാരമില്ല. പത്രത്തിലും ടിവിയിലും വരുന്ന ഓരോ വാർത്തകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സൊന്ന് പതറിപ്പോയി. അങ്ങനെ പാടില്ലായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി മക്കളെ, ക്ഷമിക്കുക. അച്ഛൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നുണ്ടാവില്ല, ഞങ്ങളെ നോക്കിയതും വളർത്തിയതൊന്നും. പക്ഷേ ഞാനതൊക്കെ എഴുതി മനഃപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നോ? ഇവിടെയും ഒരുവൾ വളരുന്നുണ്ട്, അവൾക്ക് കണ്ടുപിടിക്കാൻ. എനിക്കെൻ്റെ അച്ഛനെ വേണം. ഞാനുള്ളപ്പോൾ എൻ്റെ അച്ഛനെ എവിടെയും വിടില്ല. ഞാനൊരു കര പറ്റുവോളം ഇരുട്ടിൽ വെളിച്ചം കാണിച്ചു കൂടെ വന്ന് ഒടുക്കം ഒരു തീരത്തെത്തിയപ്പോ കുത്തിക്കെടുത്തി വലിച്ചെറിയാൻ എൻ്റെ അച്ഛൻ ഒരു ഓലച്ചൂട്ടല്ല. എൻ്റെ അച്ഛൻ എൻ്റെ ജീവനാണ്, ജീവൻ. മതിയടാ, മതി. ഇനിയും എന്നെ വീർപ്പ് മുട്ടിക്കാതെ. എനിക്ക് ഇനി എന്റെ കുട്ടികളുടെ മുമ്പിൽ കരയാൻ വയ്യ. സരസു, നിന്റെ മക്കൾ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞടോ. എന്തിനാണോ ഈ സൗഭാഗ്യം വിട്ട് നീ നേരത്തെ പോയത്? മോനെ, എനിക്കൊന്ന് കിടക്കണം. കുറെ നാളായി മനസമാധാനായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. നിന്റെ മടിയിൽ തലവെച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. വാച്ച അച്ഛൻ്റെ താരാട്ടിൻ നീണങ്ങൾ കേട്ടു ഞാൻ 1000 രാവിൽ ഉറങ്ങിയില്ലേ. അച്ഛൻ്റെ താരാട്ടിൻ നീണങ്ങൾ കേട്ടു ഞാൻ 1000 രാവിൽ ഉറങ്ങിയില്ലേ. ഇന്നൻ മടിത്തട്ടിൽ മയങ്ങിയുറങ്ങുമ്പോൾ ആ പാട്ടിലൊന്നു ഞാൻ കാൽക്കൽ വയ്ക്കാം. ആ പാട്ടിലൊന്നു ഞാൻ കാൽക്കൽ വയ്ക്കാം. താതാ നിൻ സ്നേഹത്തിൻ പകരമില്ലെങ്കിലും എന്നാത്മപൂജയായി സ്വീകരിക്കൂ. പൂജയായി സ്വീകരിക്കൂ. അച്ഛൻ്റെ താരാട്ടിൻ നീണങ്ങൾ കേട്ടു ഞാൻ 1000 രാവിൽ ഉറങ്ങിയില്ലേ. ഇന്നൻ മടിത്തട്ടിൽ മയങ്ങിയുറങ്ങുമ്പോൾ ആ പാട്ടിലൊന്നു ഞാൻ കാൽക്കൽ വയ്ക്കാം. ആ പാട്ടിലൊന്നു ഞാൻ കാൽക്കൽ വയ്ക്കാം. താതാ നിൻ സ്നേഹത്തിൻ പകരമില്ലെങ്കിലും എന്നാത്മപൂജയായി സ്വീകരിക്കൂ. എന്നാത്മപൂജയായി സ്വീകരിക്കൂ. പുണ്യാഹമായൻ കണ്ണുനീർ
പുഷ്പാർച്ചനയായൻ ജീവിതവും തവ തൃപ്പാദങ്ങളിൽ മമ പ്രണമാമ്യഹം മമ പ്രണമാമ്യഹം. അച്ഛൻ്റെ താരാട്ടിൻ നീണങ്ങൾ കേട്ടു ഞാൻ 1000 രാവിൽ ഉറങ്ങിയില്ലേ. അച്ഛൻ്റെ താരാട്ടിൻ നീണങ്ങൾ കേട്ടു ഞാൻ 1000 രാവിൽ ഉറങ്ങി